ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഹേസുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അതിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാനാണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ അന്ന് രാത്രി നമ്മൾ വീട്ടിൽ വന്നിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ റിലേറ്റീവ്സൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ കാണിച്ചൊക്കെ കൊടുക്കാനായിട്ട് എല്ലാ ഗിഫ്റ്റും അന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ ഇൻട്രോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാരണം ഭയങ്കര ടയേർഡായിരുന്നു. കാരണം അന്ന് എനിക്ക് തോന്നുന്നൊരു 10 മണിയൊക്കെ ആയി വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഒരു 11 മണി 12 മണിക്കാണ് നമ്മൾ ഗിഫ്റ്റെല്ലാം അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ടയേർഡായിരുന്നു. എനിക്കിങ്ങനെ എന്താ പറയുക, വീഡിയോസിലൊന്നും പറയാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലും കുഴപ്പമില്ല, കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക, അല്ലാണ്ട് അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രോ എടുത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് 2, അതായത് അവൾക്കൊരു ജീപ്പും ഒരു കുതിര പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോവാം. ഇതാട്ടോ ഞാൻ പറഞ്ഞേ, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ്, അച്ചാച്ചൻ്റെ ഒരു 3 ഫ്രണ്ട്സ് അവർ മേടിച്ചു തന്ന ഇതാണ്. പിന്നെ ഇതും അച്ചാച്ചൻ്റെ ഫ്രണ്ട്സ് മേടിച്ചു തന്ന കേട്ടോ ഈ ഒരു വണ്ടി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതെല്ലാം ഇതിൽ തന്നെയാണ്. ജോൺസൺ ചേട്ടൻ കൊണ്ടുവന്നെ പള്ളിയിലല്ലേ നന്നിട്ട് എല്ലാം ഒരുമിച്ചില്ല. നമ്മളിത് ചെയ്യേണ്ട സാധനം അവർ ചെയ്തു വെച്ചാ മതി. പിങ്ക് അങ്ങനെ ചേച്ചി വന്നു, ചേച്ചി കാറോട്ട് 2 പ്ലേറ്റ്. നിന്നെ എവിടെ പോയിരുന്നു? എനിക്ക് ഇത് കാണുമായിരിക്കും. ഫോണുണ്ടാ? ഇത് 2 ചെറിയ മറ്റേതാണ്. എന്റെ ക്ലാസ് ഹിമാലയുടെ സെറ്റ് ഉടുപ്പായി ക്യൂട്ട് സൂപ്പറല്ലേ, നല്ല കളർ, നല്ല ബേബി പിങ്ക് അല്ലേ? അയ്യോ നല്ല രസമുണ്ട്. അതൊരു ലൈറ്റ് കളറേ കൊള്ളാം. അതിലേക്ക് ഉറപ്പ് പാകം. പാന്റ് അത് മാത്രം ഇപ്പൊ ഇടാൻ. പപ്പ കവർ ചേച്ചിരെ കൊടുത്തോ നീ? അങ്ങ് നല്ല രസമല്ലേ ചെരുപ്പ്? പക്ഷെ വലുതല്ലേ ചേച്ചി? ഇത് വലുതാകുമ്പോ ധാരാടി
കാണിക്കണേ ഡ്രസ്. ഇതിന്റെ ചെറുത് ഇത് വലുതാ. ഒരാൾ കൊണ്ട് തന്നെ ഇല്ല ഇത് കാണിച്ചു, ഇത് കാണിച്ചു. കണ്ടത് കണ്ട് മാറ്റി വയ്യാം ആ ചേച്ചിയുടെ കൂടെ അങ്ങ്, അല്ലെങ്കിൽ വീണ്ടും കുഴഞ്ഞു പോകും. ക്യൂട്ട് കളർ, എല്ലാം ലൈറ്റ് കളർ. പിള്ളേർക്കെല്ലാം അങ്ങനെ അത് ഫ്രോക്കും. അതൊക്കെ 2 വയസ്സ് കഴിയുമ്പോ തന്നെ. ഇത് പണ്ട് ഇവർക്കുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു കളർ കോമ്പിനേഷൻ, ഞാൻ മേടിച്ചു കൊടുത്തതന്ന്. അതൊരു കളർ കൊള്ളാലോ. ഇതൊക്കെ ഇപ്പൊ ഇടാടാ, യാത്രയൊക്കെ പോകുമ്പോ ഇതൊക്കെ നല്ലതായിരിക്കും കുഞ്ഞാവേ. ഒട്ടി ഇരിക്കുന്നോണ്ട് ചൂടെടുക്കാൻ നല്ലതാണ്. ഇതൊന്ന് ചൂടെടുക്കും. മുകളില് ഇതിന്റെ ഇതുപോലത്തെ എല്ലാം എടുത്ത് വെച്ചിരുന്നാണ് ഇതൊന്നും. ഇതൊക്കെ നടക്കാറാവുമ്പോ നിങ്ങളൊന്ന് പാവാട ഇട്ട് കൊടുത്തല്ലേടി ചിങ്കം. അയ്യോ ഇതാണോടി? ഇതൊക്കെ ഇടാൻ നടക്കാൻ സമയമാകുമ്പോൾ അടിപൊളിയായിരിക്കും ഇട്ടോണ്ട് നടക്കാൻ. ഞാനുണ്ടല്ലോ ഫസ്റ്റ് വിചാരിച്ചു എല്ലാ വീഡിയോസ് എടുത്തിട്ടും ഒരു വോയിസ് ഓവർ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു പ്ലാനിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല ഭാഗത്തും നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ പറയുക, നിങ്ങളെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാമറ നോക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് അവരോട് എല്ലാവരോടും സംസാരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ആ ഒരു ടൈമിൽ ഇപ്പം എങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ച് നിങ്ങളോട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇത്രയും ഒരു വീഡിയോ ഞാൻ പിന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണല്ലോ, ഞാൻ എന്ത് പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് പാർട്ടെന്ന് പറയുമ്പം ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ശബ്ദമായിരുന്നു. കാരണം കുറേ കുഞ്ഞു പിള്ളേരും ചേച്ചിയുടെ മക്കളും പിന്നെ അല്ലാണ്ട് വേറെ ചേച്ചിയുടെ 2 മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പം പിന്നെ പുറകിൽ ഭയങ്കര ശബ്ദമാണ്. എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതും കൂവെന്നൊക്കെ ശബ്ദമായിരുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതിൽ ഞാനിങ്ങനെ എന്താ പറയുക, ഗിഫ്റ്റ് തന്ന ആർക്കും ഞാൻ താങ്ക്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിലോട്ട് തന്നെ ഇങ്ങനെ പറയാനും. ഞാൻ എൻ്റെ ഇപ്പം നമ്മളന്ന് ഫംഗ്ഷൻ്റെ അന്നും കുറച്ച് പേരൊക്കെ എൻ്റെ കയ്യിലാണ് തന്നത്. പിന്നെ കുറച്ച് നേരം ഞാൻ മോളെ ഫീഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പിന്നെ അവിടെ എൻ്റെ അമ്മ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ചേച്ചിയുടെ കയ്യിലൊക്കെ കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ആണ് കേട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. എനിക്ക് ഗിഫ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വലുതാണ്. അവളൊരു 2 വയസ്സ് 2.5 3 വയസ്സൊക്കെ ആകുമ്പം ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നമുക്ക് ഇപ്പോഴും ഇടാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ തന്നവരെല്ലാവരോടും ഞാൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ കുറേ പേരുണ്ട്. അവരോടെല്ലാവരോടും ഒത്തിരി താങ്ക് യു കേട്ടോ. അതുപോലെ എന്താ പറയുക, നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. നല്ല നല്ല ഡ്രസ്സ് അതുപോലെ നല്ല നല്ല ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അല്ലെങ്കിൽ ഒരു ഇത് കാണുമല്ലോ, ഇന്നത് കിട്ടും, ഡ്രസ്സൊക്കെ കുറേ കിട്ടും, അല്ലെങ്കിൽ കുറേ ബൊമ്മയൊക്കെ ടോയ്സ് അതൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ടോയ്സും ടെഡിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ എടുത്തത് രാത്രിയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്ത്. നല്ല ടയേർഡായിരുന്നു, നല്ലതുപോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ആദ്യമേ തന്നെ ഞാൻ സോറി പറയുന്നുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ചെണ്ട, പണ്ടത്തെ ചെണ്ടടിയത് അതാണോ ഇങ്ങനെ ആക്കുമ്പോ?
ചോദിക്കണേ ചാടുന്നു. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടായി. പൊട്ടിപ്പോയി. അത് വെക്കാൻ പറ്റില്ല, സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു മുട്ടായി തന്നു. നീ ഇങ്ങോട്ടും കൂടെ കാണിക്കണേ, സ്വന്തമായിട്ട് കണ്ടോണ്ട് പോവാതെ. ഹായ്. ഇങ്ങനെ തിരിച്ച് പോണം. അങ്ങനെ ഫോണിത് ഇനിയുണ്ടോ? അല്ല അത് അതിന്റെ കൂടെ ഉള്ളതാണെടി, അതും കൂടെ എടുത്ത് വയ്ക്കണേ. ഏസിന് കൊടുക്കടി. വണ്ടി ബൂം ബൂം. ഇതുവരെ വണ്ടി മേടിച്ചിട്ടില്ല. ഏസ് ബൂം ബൂം. വണ്ടി അത് അത് മിട്രിയുടെ വണ്ടി. ടവല്, ക്ലിപ്പ്. ദേഷ്യം വരുമ്പോ ആദ്യം എടുത്ത് കളയണ അതാണ്. തലയിൽ എന്തുണ്ടെന്ന് നോക്ക്. മറ്റേ ഓടുന്ന സാധനം ഇവിടെ പേടിക്കും. ഇത് ഓടുന്ന സാധനമാ. അത് സംസാരിക്കണാണോ? പേടിക്കുന്നാണ് തോന്നണ എനിക്ക്. പേടിക്കും കേസ്. അമ്മ നീ മടിയിലെടുത്ത് വെച്ചപ്പോ അവക്ക് എന്തോ പേടിച്ചാണ്. തള്ളിയിട്ട് മൈ ഗോഡ്. ബർത്ത്ഡേ സാധനമാണ്, വേറെ എന്തോ അല്ലേ. അത് കൊള്ളാല്ലേ, കളറ് നല്ല തുണിയും നല്ലായിരിക്കും. ഒന്നും കൂടെ ഉണ്ടായിട്ട് ഇതെന്തോ ഒന്ന് അറിയാം. ഏസിന്റെ കൂട്ടുകാരൻ. അവക്ക് ഇഷ്ടപ്പെടും, അവക്ക് ഇഷ്ടപ്പെടും. മറ്റേ ഹന്നേരെ ഇരിക്കണ വലുത് സാധനം. വാവാ വാവോ, നിനക്ക് അടുത്ത വാവാ. ഇതിനകത്ത് വേറെ അടുത്തി ഉണ്ടായിരുന്നല്ല. ഇത് കൊടമ്മ. ഇതല്ലേ ഹെയ്സിൻ്റെതാണ്. ഇതേണ്ട ഹെയ്സ്.
എനിക്കിപ്പോ 1 വയസ്സായി. മര്യാദക്ക് ചേട്ടനെയും കിട്ടി ചേച്ചിമാരെയും കിട്ടി. ഇത് എന്തോരം പാവകളാ. ഇഷ്ടായേ നീ എടുക്കല്ലോ കൂടെ കൂടെ കിടക്കാനാ അങ്ങനെക്കാ അമ്മ എടുത്തോടമ്മ കഴിക്കാൻ. ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട് ക്രിസ്മസ്. എന്തോരം പാവകളാ. ഇത് അവളെ ചോക്കണം. ആട്ടിക്കുട്ടി കുതിരയാണോ യൂണിക്കോൺ? കണ്ടായിരുന്നു ചെരുപ്പ്. അത് ഇച്ചിരി വലുതാകുമ്പോ കുഴപ്പമില്ല. നോക്കിയത് അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അങ്ങനെ അൺബോക്സിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.